കർത്താവിൽ വാത്സല്യ സഹോദരി സഹോദരന്മാരെ, ഈ വരുന്ന ദിവസങ്ങളിലായി ചുരുങ്ങിയ മിനിറ്റുകൾക്കുള്ളിൽ ബൈബിളിലെ അതിപ്രധാനമായിരുന്ന 5 കാര്യങ്ങൾ തുടർമാനമായി അവതരിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവ യഥാക്രമം മുന്നറിവ്, മുൻനിർണയം, ദൈവത്തിന്റെ വിളി, നീതീകരണം, തേജസ്കരണം എന്നിങ്ങനെയുള്ള 5 വിഷയങ്ങളാണ്. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ മുഖാന്തരം അനേകം സഹോദരന്മാരിൽ ആദ്യ ജാതരാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻനിയമിച്ചു എന്ന് നാം റോമാലേഖനം 8-ാം അധ്യായത്തിൽ വായിക്കുന്നു. പല ആളുകളും ഈ മുൻനിയമനം എന്ന് പറയുന്ന ഉപദേശ വിഷയത്തെ തെറ്റായ നിലയിലാണ് ധരിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നത്. രക്ഷിക്കപ്പെടുവാനുള്ള ആളുകളെ ദൈവം നേരത്തെ തന്നെ മുന്നറിഞ്ഞിരുന്നു. ആ മുന്നറിവിന് ഒത്തവണ്ണം കർത്താവ് അവരെ രക്ഷയിലേക്ക് നയിച്ചുവെന്നാണ് പല ആളുകളും ചിന്തിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നത്. തികച്ചും അത് തെറ്റാണ്. രക്ഷിക്കപ്പെടാൻ ഉള്ള ആളുകളെ ദൈവം നേരത്തെ തന്നെ അവർ രക്ഷിക്കപ്പെടും എന്ന് മുന്നറിഞ്ഞതുകൊണ്ട് അവരെ തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ രക്ഷയ്ക്ക് അവരാണ് ഉത്തരവാദിയാകുക. മറിച്ച് വേദോസം പറയുന്നത് യാതൊരു നിലയിലും നാം പ്രശംസിക്കാതിരിക്കേണ്ടതിന് ഒരു നിലയിലും നമ്മുടെ രക്ഷയിൽ നമുക്ക് യാതൊരു പങ്കും ഇല്ല. അതായത് നമ്മുടെ വിശ്വാസം ഒഴികെ ദൈവമാണ് രക്ഷിക്കപ്പെടുന്ന എല്ലാ ക്രമീകരണവും ചെയ്തത് എന്നാണ്. വാസ്തവത്തില് മുന്നറിവ് എന്ന് പറയുന്ന വാക്ക് സ്നേഹത്തോട് ബന്ധപ്പെട്ട ഒന്നാണ്. അതായത് ദൈവത്തിന്റെ പ്രത്യേകമായ കരുതലും ദൈവത്തിന്റെ പ്രത്യേകമായ സ്നേഹവും അതിനോട് ബന്ധപ്പെട്ട ഒന്നാണ്. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ ആയിരുന്ന സമയത്ത് നാം വായിക്കുന്നത് ഗോഡ് ന്യൂ ഹിസ് പീപ്പിൾ ആൻഡ് വാച്ച്ഡ് ഓവർ ദ. ദൈവം അവരെ അറിയുകയും അവരെ പ്രത്യേകമായി കരുതുകയും പരിപാലിക്കുകയും ചെയ്തു എന്ന് വായിക്കുന്നു. വാസ്തവത്തില് മോശ പറയുന്ന വാക്കുകൾ തന്നെ വളരെ സ്പഷ്ടമാണ്. മോശ പറയുമ്പോൾ നിങ്ങൾ ഭൂമിയിലുള്ള സകല ജാതികളിൽ നിന്നും എണ്ണത്തിൽ വലിയ പെരുപ്പമുള്ളവരായതുകൊണ്ടല്ല ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തത്, മറിച്ച് ദൈവം തന്നെ നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടത്രേ അവൻ നിങ്ങളെ തെരഞ്ഞെടുത്തത് എന്ന് വായിക്കുന്നു. അപ്പോൾ വാസ്തവത്തില് മുന്നറിയുക എന്ന വാക്കിന്റെ ശരിയായ അർത്ഥം മുന്നമേ സ്നേഹിക്കുക അല്ലെങ്കിൽ കരുതുക എന്നാണ്. ഇപ്പൊ രക്ഷിക്കപ്പെടാനുള്ള ദൈവമക്കള് ആരാണെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. അവരെ എന്ത് ചെയ്തു? ദൈവം സ്നേഹിച്ചു. ദൈവസ്നേഹത്തിന് അവർ പാത്രീഭവിച്ചവരായി തീർന്നു. ദൈവത്തിന് പ്രിയപ്പെട്ടവരായി അവർ തീർന്നു. ഇത് ദൈവത്തിന്റെ സർവാധികാരമായ അധികാരത്തിൽപ്പെട്ട സ്നേഹത്തിന്റെ പ്രദർശനമാണ്. അതുകൊണ്ടാണ് പറയുന്നത് അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ മുഖാന്തരം അനേകം സഹോദരന്മാരിൽ ആകേണ്ടതിന് അവന്റെ സ്വരൂപത്തോടെ അനുരാകുവാൻ മുൻ നിയമിച്ചു എന്ന് പറയുന്നത്. ഇപ്പൊ മുൻ നിയമനം എന്ന വാക്ക് മുന്നമേ രക്ഷയ്ക്കായി നിയമിച്ചു എന്നല്ല വ്യാഖ്യാനിക്കേണ്ടത്. അതായത് രക്ഷിക്കപ്പെടുവാനുള്ള ആളുകളെ ദൈവം എന്ത് ചെയ്തു? സർവജ്ഞാനി ആയതുകൊണ്ട് മുന്നമേ സ്നേഹിച്ചു എന്നാണ്. ആ സ്നേഹമാണ് നമുക്ക് കർത്താവ് വെളിപ്പെടുത്തിയത്. നിങ്ങൾ എന്നെ സ്നേഹിച്ചല്ല, ഞാൻ നിങ്ങളെ സ്നേഹിച്ചത്ര എന്ന് കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥവും അതുതന്നെയാണ്.